AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അതായത് ആന്റോ ആന്റണിക്ക് വേണ്ടി അച്ഛൻ AK ആന്റണി പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അനിൽ ആന്റണി പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശസ്നേഹികളായ ആർക്കും ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റില്ല. കാരണം പുൽവാമയിലെ രക്തസാക്ഷികളെ അദ്ദേഹം അപമാനിച്ചു. അപ്പോൾ ദേശഭക്തരായ ഒരാളും അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അനിൽ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ആയിരുന്ന സ്വന്തം അച്ഛൻ AK ആന്റണി അവിടെ പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ദേശദ്രോഹിയാകും എന്നാണോ? എന്തായാലും അനിലിന്റെ വാക്ക് ഒന്ന് കേട്ടു നോക്കാം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തകരെല്ലാം വളരെ ഉന്മേഷത്തിലാണ്. ഇന്നലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അത് കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും വളരെ ഉന്മേഷത്തോടെ പ്രവർത്തിക്കും. ഇപ്പം സമയം എല്ലാവർക്കും ഒരേ സമയം തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇപ്പോൾ സമയത്തിനെ കുറിച്ച് നമ്മളാരും അധികം ചിന്തിക്കാറില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് വരും ദിവസങ്ങളിൽ ചൂട്, പകൽ താപനില കൂടുമെന്ന് തന്നെയാണ്. എങ്ങനെ ബാധിക്കും? ആശങ്കയുണ്ടോ അക്കാര്യത്തിൽ? അതെല്ലാം ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഇപ്പം എല്ലാ കൊല്ലവും എല്ലാ വർഷവും ഈ സമയത്ത് വളരെ ചൂടൊക്കെ ഉള്ളതാണ്. എല്ലാ 5 വർഷത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. അത് കാരണം ഇതിലൊന്നും ആശങ്കപ്പെടാനൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ഏറെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഒരുപക്ഷെ അങ്ങയുടെ പിതാവായ AK ആന്റണി അദ്ദേഹം UDFിൻ്റെ പ്രവർത്തനത്തിനായി, പ്രചാരണത്തിനായി പത്തനംതിട്ട എത്താനുള്ള സാധ്യത, അങ്ങനെ പല കോണുകളിൽ നിന്ന് ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത കണക്കാക്കുന്നുണ്ടോ മുന്നിൽ? അദ്ദേഹം വേറൊരു പാർട്ടിയുടെ മെമ്പറാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീ ആന്റോ ആന്റണിക്ക് വേണ്ടി രാജ്യസ്നേഹി ആരും ക്യാമ്പയിനിങ്ങിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആന്റോ ആന്റണിക്ക് വേണ്ടി രാജ്യസ്നേഹിയായ ആരും വരുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അനിൽ പറയുന്നത്. എന്തായാലും AK ആന്റണി വരുമോ എന്നുള്ളതൊക്കെ 41 ദിവസം കൊണ്ടല്ലോ നമുക്ക് കാത്തിരിക്കാം. ഒരു ഇടവേള.